ഇരിങ്ങാലക്കുടയിൽ സമൂസയിൽ നിന്നും പല്ലിയെ കണ്ടെത്തിയതായി പരാതി. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയ സമൂസയിൽ നിന്നാണ് പല്ലിയെ കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ട് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ബബിൾസ് ടീ എന്ന് പറയുന്ന ബേക്കറിയിൽ നിന്ന് സമോസ വാങ്ങിച്ചു. ആ സമോസയിൽ ഒരു വൈകുന്നേരം സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്ത സമയത്ത് ആ കവറ് പൊട്ടിച്ചെടുത്തപ്പോൾ അതിനുള്ളിൽ നിന്ന് പല്ലിയെ കിട്ടി. മോളാണത് കഴിച്ചുകൊണ്ടിരുന്നത്. പല്ലിയുടെ വാല് കടിച്ച് അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു. രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, ആരാണ് പരാതിക്കാരൻ? ഒപ്പം തന്നെ ഈ കടയിൽ തന്നെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നതായിരുന്നോ സമൂസ? എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന കടയിൽ നിന്നാണ് ആനന്ദപുരം സ്വദേശി സമോസ വാങ്ങുന്നത്. ബുധനാഴ്ച വാങ്ങിയ സമോസ അന്ന് വൈകുന്നേരം കഴിക്കുന്നതിനിടെ മകൾക്ക് കൊടുത്ത് മകൾ കഴിക്കുന്നതിനിടയിലാണ് സമോസയിൽ നിന്ന് പല്ലിയെ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകുകയും ചെയ്തു. ആരോഗ്യ വിഭാഗം ഈ ബബിൾ ടീ എന്ന കടയിലെത്തി പരിശോധന നടത്തുകയും കടയിൽ നിന്ന് ഇവർ വാങ്ങിയതിന്റെ ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു. കടയുടമയുടെ നിലപാട് ഇത് ഇവിടെ നിർമ്മിക്കുന്നതല്ല, കല്ലംകുന്ന് നടവരമ്പ് കല്ലംകുന്ന് AB ഫുഡ് പ്രൊഡക്ട്സിലാണ് സമൂസ നിർമ്മിക്കുന്നതെന്നും അവിടെ നിന്ന് വാങ്ങിയ ശേഷം വിൽപ്പന നടത്തുകയെന്നാണ് കടയുടമയുടെ വിശദീകരണം. ഇതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം ഈ ഫുഡ് പ്രൊഡക്ട്സിനും പരിശോധന നടത്തി. പരിശോധനയിൽ ഇവിടെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലാന്ന് കണ്ടെത്തുകയും ഹെൽത്ത് കാർഡ് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം പ്രവർത്തിക്കാമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ആരോഗ്യ വിഭാഗം ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് ഈ പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അവരാണ് കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത്. ശരി രാകേഷ്, വിവരങ്ങൾ നൽകിയത്. ഇരിങ്ങാലക്കുടയിൽ സമൂസയിൽ നിന്നും പല്ലിയെ കണ്ടെത്തിയതായി പരാതി. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ബബിൾ ടീ എന്ന കടയിൽ നിന്ന് വാങ്ങിയ സമൂസയിലാണ് പല്ലിയെ കണ്ടെത്തിയത്. ആരോഗ്യവകുപ്പ് മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കടയിൽ ഉണ്ടാക്കിയതല്ല, വേറൊരു കടയിൽ നിന്ന് കൊണ്ടുവന്നതെന്നാണ് കടയുടമ പറയുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ്. വിശദാംശങ്ങളാണ് രാകേഷ് നൽകിയത്.